നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംഭവം നടക്കുന്നത് ഗുജറാത്തിലാണ്. IAS കാരനായ രജിത് കുമാറിൻ്റെ ഭാര്യയാണ് സൂര്യ ജെയിൻ എന്ന് പറയുന്ന 45 വയസ്സുകാരി. ഇവർക്ക് 2 മക്കളാണ്, 21 വയസ്സും 24 വയസ്സും പ്രായമുള്ള 2 മക്കൾ. വളരെ സന്തോഷകരമായ കുടുംബജീവിതമാണ്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടുകാരനാണ്. തമിഴ്നാട്ടിലെ മധുര എന്ന് പറയുന്ന സ്ഥലത്താണ്. വളരെയധികം സാമ്പത്തികമുള്ള കുടുംബമാണ് ഈ സൂര്യ ജെയിൻ്റേത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ IAS കാരനായതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പൈസയുണ്ട്. കോടിക്കണക്കിന് രൂപ രണ്ടുപേരുടെയും ബാങ്കിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷകരമായിട്ട് അങ്ങനെ ജീവിച്ചു പോകുമ്പോഴേ ഈ സ്ത്രീക്ക് എന്ന് പറഞ്ഞാൽ ഈ 45 വയസ്സിൻ്റെ കുറച്ച് ചാബല്യങ്ങൾ തുടങ്ങി എന്നുള്ളതാണ്. അതായത് തൻ്റെ ഭർത്താവ് അത്ര പോരാ, കാരണം തനിക്കും ഒന്ന് വെളിയിൽ പോകണം, ഇതുപോലെ ഇവിടെ വീട്ടമ്മയായിട്ടിരുന്നാൽ പോരാ എന്നുള്ള തരത്തിലുള്ള ഒരു തോന്നൽ മറ്റുള്ളവരെയൊക്കെ കാണുമ്പം തൻ്റെ ഭർത്താവിനെക്കാട്ടിയും യോഗ്യത അവനുണ്ട് എന്നുള്ള ഒരു തോന്നൽ വന്നപ്പോഴെന്ന് പറഞ്ഞാൽ ഭർത്താവുമായിട്ട് നിരന്തരം വഴക്കിടാൻ തുടങ്ങി. അങ്ങനെ ഭാര്യയും ഭർത്താവും അതുവരെ നല്ല രീതിയിൽ പോയ ഭാര്യയും ഭർത്താവും പെട്ടെന്ന് തന്നെ രണ്ടുപേരും ശത്രുക്കളായി എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കെ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാര്യ പുറത്തേക്ക് പോകും. അങ്ങനെ പുറത്തേക്ക് പോയപ്പോഴാണ് ഈ രാജ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ മധുര സ്വദേശി തന്നെയാണ് ഈ രാജയെ കണ്ടുമുട്ടുന്നത്. രാജയുമായിട്ട് പിന്നീട് കമ്പനിയായി. അങ്ങനെ രാജയെ പല സ്ഥലത്തൊന്നും മീറ്റ് ചെയ്യും. അവർ തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവിഹിത ബന്ധം സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് എന്ന് പറഞ്ഞാൽ രാജ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മധുരയിൽ പോയി ബിസിനസ് നടത്താം എന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ, കൃത്യമായി പറഞ്ഞ 2022 നവംബർ മാസത്തിൽ ഈ യുവതി വീട് വിട്ടിറങ്ങുകയാണ്. അതായത് ഭർത്താവിനെയും 2 മക്കളെയും ഉപേക്ഷിച്ചിട്ട് അങ്ങനെ ജോലിയും അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളുള്ള വീട്ടിൽ നിന്നാണ് ഇറങ്ങുന്നത്. ഓർമ്മ വേണം, അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ രാജ വലിയ ബിസിനസ്സുകാരനാണെന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ വലിയ ബിസിനസ്സുകാരനാണ്, അങ്ങനെ പിന്നെ ഒരുപാട് സമ്പത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ രാജ അവിടെ മധുരയിലെത്തിയപ്പോഴെന്ന് പറഞ്ഞാൽ രാജയുടെ കയ്യിൽ 5 പൈസ ഉണ്ടായിരുന്നില്ല. അതായത് രാജയെപ്പറ്റി പിന്നീട് കൂടുതൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് രാജ ഒരു കൊലപാതക കേസിൽ ജയിലിൽ അടക്കപ്പെട്ടിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ പരോളിൽ ഇറങ്ങിയിട്ട് മുങ്ങിയിരിക്കുകയാണ്. അപ്പോഴാണ് ഗുജറാത്തിൽ നിന്ന് ഈ സൂര്യ ജെയിൻ എന്ന് പറയുന്ന സ്ത്രീയെ കണ്ടത് എന്നുള്ളതാണ്. പിന്നീട് ഈ സൂര്യ ജെയിനും അതറിയില്ല. അതായത് സൂര്യ ജെയിന് ഈ രാജയെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും അറിയില്ല. അങ്ങനെ മധുരയിൽ ഇവർ രണ്ടുപേരും ബിസിനസ് ആരംഭിച്ചു. ബിസിനസ് ആരംഭിച്ചപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികൾ നിക്ഷേപിച്ചു എന്നുള്ളതാണ്. ഏതായാലും 3-4 മാസം കൊണ്ട് ആ ബിസിനസ് പൊളിഞ്ഞ് 1 രൂപ പോലും കിട്ടാത്ത തരത്തിലായി. അതോടുകൂടിയിട്ട് ഈ സൂര്യ ജെയിൻ എന്ന് പറയുന്ന സ്ത്രീ അവർ മാനസികപരമായി തകർന്നുപോയി എന്നുള്ളതാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ ചെറിയൊരു ചേരി പ്രദേശത്തെ ഒറ്റമുറി വീട്ടിലായിരുന്നു പിന്നീട് അവരുടെ ജീവിതം. അവർക്ക് ഭയങ്കരമായ സാമ്പത്തിക ടൈറ്റുണ്ടായി, ഭക്ഷണത്തിന് പോലും പൈസയില്ലാതായി. അപ്പോഴാണ് ഈ രാജയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാകുന്നത്. രാജ ഒരു ഗുണ്ടയാണെന്നും അതുപോലെ ആൾക്കാരെ കൊന്നിട്ട് ജയിലിൽ പോയവനാണെന്നും അന്നേരമാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ബന്ധു വീടുകളിലും അതുപോലെ തന്നെ സ്വന്തം വീട്ടിലും പോയി. അവിടെയൊന്നും ഈ യുവതിയെ കയറ്റിയില്ല. എല്ലാവരും പറഞ്ഞു ഇങ്ങോട്ട് കയറണ്ട. സഹോദരങ്ങൾ പറഞ്ഞു, സഹോദരിമാർ പറഞ്ഞു, അതുപോലെ തന്നെ സ്വന്തം അച്ഛനും അമ്മയും പറഞ്ഞു വീട്ടിൽ കയറരുത് എന്ന്. അങ്ങനെ ഈ സ്ത്രീക്ക് സ്വന്തമായി കിട്ടിയ കുറച്ച് ഭൂമിയുണ്ട്, അതായത് മധുരയിൽ. അപ്പോൾ അത് വിൽക്കാം എന്ന് ഈ രാജ പറയുകയാണ്. അങ്ങനെ ഈ സ്ത്രീ അത് വിൽക്കാനുള്ള കാര്യങ്ങൾ ആരംഭിച്ചു. ഒരു ലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് ഡീൽ ഉറപ്പിച്ചു. പക്ഷേ ഇതൊക്കെ ബന്ധുക്കളും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അങ്ങനെ ഇവള് വിറ്റിട്ട് ആ ഗുണ്ടേനെ കൊണ്ട് തീറ്റിക്കണ്ട എന്ന് കരുതിയിട്ട് വാങ്ങിക്കാൻ പോകുന്ന ലക്ഷ്മിയോട് ഈ ബന്ധുക്കൾ പറഞ്ഞു, വാങ്ങിക്കുമ്പോൾ സൂക്ഷിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഡിവോഴ്സ് കഴിഞ്ഞിട്ടില്ല. നിയമപ്രകാരം രഞ്ജിത് കുമാർ IAS ഇവരുടെ ഭർത്താവാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പൈസ കിട്ടില്ല, ഈ സ്ഥലവും കിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഈ സ്ത്രീ പിന്മാറി എന്നുള്ളതാണ്. ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ പിന്മാറി. ഏതായാലും പൈസ വാങ്ങിക്കാൻ പോയ ദിവസമാണ് ഈ രാജയും അതുപോലെ തന്നെ ഈ സൂര്യയും ഈ വിവരം അറിയുന്നത്. അപ്പോൾ തന്നെ അവർക്ക് തോന്നി അവരവിടുന്ന് കുറച്ച് ഒച്ചപ്പാടുണ്ടാക്കി. അതുപോലെ തന്നെ രാജ കുറച്ച് റൗഡീസത്തിൽ ഭീഷണിപ്പെടുത്തി. പക്ഷെ ഒന്നും നടന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇവർ എല്ലാവരും കൂടി പ്ലാൻ ചെയ്തു. അതായത് സൂര്യയും അതുപോലെ രാജയുടെ കൂട്ടുകാരെല്ലാവരും കൂടി പ്ലാൻ ചെയ്തു. ഈ ലക്ഷ്മിയുടെ ഇളയ മകനുണ്ട്, 14 വയസ്സുകാരൻ. അവനെ
നമുക്കങ്ങ് തട്ടിക്കൊണ്ടുപോകാം, എന്നിട്ടൊരു 2 കോടി രൂപ ചോദിക്കാമെന്ന് പറഞ്ഞു. ഏതായാലും പൈസ കയ്യിലുണ്ടല്ലോ, പൈസ കൃത്യമായിട്ട് ഈ സ്ഥലം വാങ്ങിക്കാൻ പൈസ കയ്യിലുണ്ട്, അത് അവർക്ക് അറിയുകയും ചെയ്യാം. അങ്ങനെ ഈ രാജയുടെ കൂട്ടാളികൾ ഈ 14 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകുന്നു. അതെന്ന് പറയുന്ന തമിഴ്നാട്ടിൽ ഭയങ്കരമായ വാർത്തയാവുകയാണ്. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ പ്രതികളെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസിനും ഇതിനൊന്നും നിൽക്കൂല, പെട്ടെന്ന് തന്നെ ഷൂട്ട് ഔട്ട് ചെയ്യും. അങ്ങനെ ഈ 14 വയസ്സുകാരനെ പോലീസ് മോചിപ്പിക്കുന്നു. പോലീസ് മോചിപ്പിച്ചതിന് ശേഷം ഇവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുകയാണ്. അതിനുശേഷമാണ് ഈ സ്ത്രീയിലേക്ക് അറസ്റ്റ് വരും എന്ന് ഭയന്നിട്ട് ഈ സ്ത്രീ നേരെ വീണ്ടും ഗുജറാത്തിലേക്ക് പോകുന്നു. അവിടെ ഭർത്താവിനോട് മാപ്പെല്ലാം പറഞ്ഞിട്ട് അങ്ങോട്ട് കയറാനായിരുന്നു പ്ലാന്. പക്ഷേ അവിടെ ഭർത്താവ് അങ്ങോട്ട് കയറ്റിയില്ല. അയാൾ ജോലിക്കാരോട് പറഞ്ഞിരിക്കുന്നത് ഈ സ്ത്രീ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറ്റരുത്. അതുപോലെ സെക്യൂരിറ്റിക്കാർക്കും കർശന നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മക്കൾക്കാണെങ്കിൽ അമ്മയെ കാണണ്ട എന്നാണ് പറഞ്ഞത്. ഉപേക്ഷിച്ച് പോയതല്ലേ, ഒളിച്ചോടി പോയതല്ലേ ഏതൊരു ഗുണ്ടയുടെ കൂടെ. അങ്ങനെ വളരെയധികം നാണം കെട്ടുപോയി IAS ഓഫീസർ എന്നുള്ളതാണ്. അങ്ങനെ ഈ സ്ത്രീ 2 ദിവസം ഈ വീടിൻ്റെ ഗേറ്റിന് വെളിയിൽ കിടന്നു എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണം, മഹാറാണിയെ പോലെ വാഴ്ന്ന ആ കൊട്ടാരത്തിൻ്റെ വെളിയിൽ, ഗേറ്റിൻ്റെ വെളിയിൽ, അതായത് സെക്യൂരിറ്റിക്കാരന് വരെ അവിടെ ഒരു ക്യാബിനുണ്ട്, ആ ക്യാബിൻ പോലും ഇല്ലാതെ വെളിയിൽ കിടന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജൂലൈ 23-ാം തീയതി രാവിലെ ഈ സ്ത്രീ നേരെ മാർക്കറ്റിലേക്ക് പോവുകയാണ്. മാർക്കറ്റിൽ പോയിട്ട് ഒരു പോയിസൻ്റെ ബോട്ടിൽ വാങ്ങിച്ചു വരുന്നു. അത് ഈ വീടിൻ്റെ മുന്നിൽ വെച്ച് കുടിക്കുകയാണ്. കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീ തന്നെയാണ് ആംബുലൻസിന് വിവരം അറിയിച്ചത്. അവരെപ്പോഴും തന്നെ പെട്ടെന്ന് സ്ഥലത്തെത്തുന്നു. ഈ സ്ത്രീയെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുകയാണ്. പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും ഈ സ്ത്രീ മരിച്ചു എന്നുള്ളതാണ്. അവസാനം ബോഡി ഏറ്റു വാങ്ങിക്കാൻ വരെ ആരുമില്ല. അതായത് ഭർത്താവ് പോയില്ല, മക്കൾ പോയില്ല, ബന്ധുക്കൾ ആരും പോയില്ല. പിന്നീട് അകന്ന ബന്ധുക്കൾ ആരോ വന്നിട്ട് അവിടുന്ന് ബോഡി ഏറ്റു വാങ്ങിച്ച് അവിടെ തന്നെയുള്ള ഏതോ ഒരു ലോക്കൽ ശ്മശാനത്തിൽ കൊണ്ടുപോയിട്ട് അടക്കുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. മനസ്സിലാക്കണം നിങ്ങൾ. അതായത് അഹങ്കാരത്തിൻ്റെ കൊടുമുടിയായിരുന്നു ആ സ്ത്രീ. അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ നിന്നാണ് ആ സ്ത്രീ വന്നത്. ഈ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് പോയത് ഗുണ്ടയുടെ കൂടെ. അത് 4-കിട ഗുണ്ട കൊലക്കേസിൽ പ്രതിയായിട്ട് ഈ പരോളിൽ ഇറങ്ങിയിട്ട് മുങ്ങിയ ഒരു ഗുണ്ടയുടെ കൂടെ സ്വന്തമായിട്ട് ജീവിതം നശിപ്പിച്ചു. ഏകദേശം 8-9 മാസം കൊണ്ട്. 9 മാസം കൊണ്ട് തൻ്റെ ആ ഒരു 20-25 വർഷത്തെ വിവാഹ ജീവിതം, കുടുംബജീവിതം അവസാനിപ്പിച്ച ഒരു മണ്ടത്തിയാണെന്നേ ഞാൻ പറയുള്ളൂ. ഇങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ട്. അതായത് ഒരു 40-45 വയസ്സൊക്കെ ആകുമ്പോൾ ചില ആൾക്കാർക്ക് തൻ്റെ ഭർത്താവ് പോരാ, അവളുടെ ഭർത്താവ് നല്ല അടിപൊളിയാണ്, അതൊക്കെ നമുക്ക് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച തോന്നും. പക്ഷെ അവിടെ എത്തിപ്പെടുമ്പോഴാണ് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവനവന് കിട്ടിയത് തന്നെയായിരിക്കും ചിലപ്പോഴും മുത്ത്. നമ്മൾ അതും ഇവിടെ വെച്ചിട്ടാണ് മറ്റൊരു മുത്തിനെ തേടി പോകുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ 2 മക്കളെ ഉപേക്ഷിച്ച്, ഭർത്താവിനെ ഉപേക്ഷിച്ച്, എന്നിട്ട് പോയിട്ട് ഇപ്പോഴും എന്താണ് കിട്ടിയത്? എന്തെങ്കിലും കിട്ടിയോ? ഒരു ജീവിതം കിട്ടിയോ? കയ്യിലുള്ള പൈസ തിരിച്ചും പോയി, ഒരുപാട് അനുഭവിച്ചു. അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ ജോലിക്ക് വരെ ശ്രമിച്ചു എന്നുള്ളതാണ്. ആഹാരം കഴിക്കാൻ വകയില്ലാതെ ഈ സ്ത്രീ പല ഹോട്ടലുകളിലും ജോലിക്ക് ശ്രമിച്ചിട്ടുണ്ട്. അവിടെ കയറി കഴിഞ്ഞാൽ ആഹാരമെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഗതികെട്ട ജീവിതം നയിച്ച് അവസാനം മരണത്തിലേക്ക് പോയ IASകാരൻ്റെ ഭാര്യയായ സൂര്യ ജെയിൻ എന്ന് പറയുന്ന യുവതി ഇന്നും എല്ലാവർക്കും ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. തമിഴ്നാട്ടിലൊക്കെ നല്ല രീതിയിലൊരു ചർച്ചാ വിഷയം തന്നെയാണിത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.